بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉഹദ് യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഉഹദ് യുദ്ധത്തിൽ വെച്ച് മാരകമായ രീതിയിൽ പരിക്കേറ്റ ഒരു സഹാബിയായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം മക്കക്കാരനാണ്, മുഹാജിറാണ്, ഖുറൈശിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ അധികം പ്രസിദ്ധയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി തീർന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി എന്ന നിലയിൽ നമ്മുടെ ഉമ്മയാണ്. സ്വാഭാവികമായും ഇസ്ലാമിക വ്യവഹാരങ്ങളിൽ വളരെ വലിയ പ്രാധാന്യം അവർക്ക് കൈവരുന്നു. അതോടൊപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒട്ടനവധി ഹദീസുകൾ നിവേദനം ചെയ്ത ഒരു സഹാബ വനിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ പ്രൈവറ്റായ, വളരെ ഇൻറ്റിമേറ്റായ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എന്ന നിലക്ക് അത്രയും അടുപ്പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജീവിക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കർമ്മശാസ്ത്ര വിധികൾക്ക് ആധാരമാക്കുന്ന, പ്രത്യേകിച്ച് ആർത്തവവുമായി ബന്ധപ്പെട്ട്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട്, ഭാര്യാഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര വിധികൾക്ക് നമ്മൾ ആധാരമാക്കുന്ന നിരവധി ഹദീസുകൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ തന്നെ അതിനോട് അടുത്ത് നിൽക്കുന്നൊരു പ്രാധാന്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഈ ഇൽമിൻ്റെ ഈ സംപ്രേഷണം എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അറിവുകൾ നമ്മൾക്ക് കൈമാറി കിട്ടുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കണ്ണിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഗുരുനാഥയായി തീർന്ന, നമ്മൾക്ക് ദീനിയായ ഇൽമുകളുടെ സ്രോതസ്സായി തീർന്ന ഒരു മഹദി കൂടിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അബൂ സലമയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം അവരും ഖുറൈശിയാണ് എന്നതിനപ്പുറത്ത് ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക അംഗീകാരം ഉണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്ന ബനൂ മഖ്സൂംകാരിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അബൂജഹലിൻ്റെയും വലീദിൻ്റെയും ഒക്കെ ഒരു ഗോത്രമാണത്. മക്കയിലെ ഗോത്ര സാമൂഹിക ഘടനയിൽ അവർക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന കാര്യം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കസിനാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഖുറൈശികളുടെ വളരെ ഒരു ഹൃദയം എന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ഗോത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അവിടുത്തേക്ക് നുബൂവത്ത് കിട്ടി ദഅവത്ത് ആരംഭിച്ച ആദ്യ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചവരാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും. അവർ ഒരു കുടുംബമായി, ദമ്പതിമാരായി വളരെ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി തീരുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാമിക ജീവിതം ആരംഭിക്കുകയും ചെയ്തവരാണ്. മക്കയിലെ യാതനാപൂർണമായ നാളുകൾക്ക് സാക്ഷികളായവരാണ്. അബിസീനിയയിലേക്കുള്ള ഹിജ്റയിൽ അവരുണ്ടായിരുന്നു. അത് പറയുമ്പോൾ തന്നെ ഇതെത്ര ഏളിയായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അബിസീനിയയിലേക്ക് അവർ ഹിജ്റ പോകുന്നു, പിന്നീട് അബിസീനിയയിൽ നിന്ന് അവർ മടങ്ങി വരുന്നു, പിന്നീട് മദീനയിലേക്ക് അവർ ഹിജ്റ പോകുന്നു. മദീനയിലേക്കുള്ള അവരുടെ ഹിജ്റ വളരെ ഇവൻഫുൾ ആയിരുന്നു. വളരെ കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടുള്ള ഒരു ഹിജ്റയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അബൂ സലമയും ഉമ്മു സലമയും അവരുടെ കുട്ടിയായ സലമയും റളിയല്ലാഹു അൻഹും ഇവർ മൂന്ന് പേരും ഒരുമിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പക്ഷേ ആ ഹിജ്റയുടെ വഴിയിൽ വെച്ച് അവരുടെ ഗോത്രക്കാർ അവരെ തടഞ്ഞു വെക്കുന്നു. അവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അവിടെ തടഞ്ഞു വെക്കുന്നു ബനൂ മഖ്സൂമുകാർ. അങ്ങനെ അബൂ സലമ ഒറ്റക്ക് മദീനയിലേക്ക് പോകേണ്ടി വരുന്നു. ഉമ്മു സലമ മക്കയിൽ പിടിച്ചു വെക്കപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ അബൂ സലമയുടെ ഗോത്രക്കാർ കടന്നു വന്നുകൊണ്ട് ഉമ്മു സലമയോട് പറയുന്നു, ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു. വളരെ വേദനാജനകമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. ഭർത്താവ് നഷ്ടപ്പെടുന്നു, കുട്ടിയിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റക്കാകുന്നു.
പിന്നീട് ചില നല്ല മനുഷ്യരുടെ ഇടപെടലുകൾ വഴി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്കും കുട്ടിക്കും മദീനയിലേക്ക് പോകാൻ കഴിയുന്നു. പക്ഷേ ആ മദീനയിലേക്ക് അവർ ഒറ്റക്ക് പോകുന്നു. ആ ഒറ്റക്ക് പോകുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം അവരെ യാത്രയിൽ അസിസ്റ്റ് ചെയ്യുന്നു. എന്ത് തന്നെയായിരുന്നാലും ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സ്ത്രീ എന്ന നിലയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയുടെ സന്ദർഭം, അതും അവരുടെ രണ്ടാമത്തെ ഹിജ്റയാണ്. അബിസീനിയയിലേക്ക് ആദ്യം ഒരു ഹിജ്റ അവർ പോയിട്ടുണ്ട്. ഒരു പുരുഷൻ ഇങ്ങനെ ഒരു പലായനം നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും വളരെ വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ഒരു സ്ത്രീക്ക് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ഇതിനെല്ലാം പുറമെ മദീനയിലേക്കുള്ള അവരുടെ ഹിജ്റ, ഭർത്താവിൽ നിന്നും കുട്ടിയിൽ നിന്നുമെല്ലാം അവരെ വേർപ്പെടുത്താൻ അവരുടെ ഗോത്രക്കാർ ബലാത്കാരമായി ശ്രമിച്ചത് കൊണ്ട് വളരെ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ പറയും. അതിൽ പുരുഷന്മാരുടെ കഥകൾ മാത്രമല്ല, സ്ത്രീകളുടെ കഥകൾ കൂടിയുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ആദ്യ വർഷങ്ങൾ എന്ന് പറയുന്നത്, ആദ്യ പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ത്യാഗങ്ങളിലൂടെ എന്നതുപോലെ തന്നെ സ്ത്രീകളുടെ ത്യാഗങ്ങളിലൂടെ, സ്ത്രീകളുടെ സമർപ്പണത്തിലൂടെ, സ്ത്രീകളുടെ പലതരത്തിലുള്ള യാതനകളിലൂടെ കെട്ടിപ്പടുക്കപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യം പലരും വേണ്ട വിധത്തിൽ ഓർക്കാറില്ല എന്ന കാര്യം സങ്കടകരമാണ്. എന്തായിരുന്നാലും അബൂ സലമ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഒടുവിൽ മദീനയിൽ ഒരുമിക്കുന്നു. അവരൊരുമിച്ച് ജീവിതം ആരംഭിക്കുന്നു. അവർക്ക് മക്കളുണ്ടാകുന്നു. അവർക്ക് 4 മക്കളുണ്ടായിരുന്നു. സലമക്ക് താഴെ പിന്നീട് 3 മക്കൾ കൂടി പിറക്കുന്നു. ഇതൊക്കെ മദീനയിലെത്തിയ ഉടൻ തന്നെയാണ് പിന്നീടുള്ള ഈ മക്കളെല്ലാം പിറക്കുന്നത്. ഉഹദ് യുദ്ധം ഉണ്ടാകുന്നു. ഉഹദ് യുദ്ധത്തിൽ വെച്ച് അബൂ സലമ റളിയല്ലാഹു അൻഹു മാരകമായ രീതിയിൽ പരിക്കേൽക്കുന്നു. ആ പരിക്കിൽ നിന്ന് അദ്ദേഹത്തിന് കരകയറാൻ കഴിയുന്നില്ല. പിന്നീട് ഏതാണ്ട് 5-6 മാസങ്ങൾ ആ പരിക്ക് അനുഭവിച്ചുകൊണ്ട്, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ഇസ്ലാമിനു വേണ്ടി ആ വേദനകളെ ക്ഷമാപൂർവം സഹിച്ചുകൊണ്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു ശയ്യാവലംബിയായി തീരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിധവയാകുന്നു. അവരുടെ മക്കൾ അനാഥരായി തീരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് ആ സമയത്ത് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിധവകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്ന സമയത്ത് സ്വാഭാവികമായി നമുക്കറിയാലോ, ചെറിയ മക്കൾ കൂടിയുള്ള ഒരു സ്ത്രീയാണ്. അവരെ ഏറ്റെടുക്കാൻ, വിവാഹം കഴിക്കാൻ, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ പല സഹാബിമാരും, പല പ്രമുഖരായ സഹാബിമാരും സന്നദ്ധരായിരുന്നു. അവരൊക്കെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രപ്പോസ് ചെയ്തപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് സ്വീകരിച്ചത്. വിധവകളോടുള്ള ഇസ്ലാമിന്റെ സമീപനം വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാരതീയമായ സവർണ സനാതന പാരമ്പര്യത്തിൽ, ഇവിടുത്തെ ഹിന്ദു പാരമ്പര്യത്തിൽ വിധവകളോടുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ്. അവിടെ വിധവയായാൽ, ഒരാളുടെ ഭർത്താവ് മരിച്ചാൽ അവരെ പിന്നെ ഒരാൾ വിവാഹം ചെയ്യാൻ പാടില്ല. പിന്നീട് അവർക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. അവർ മരണം വരേക്കും ഒന്നുകിൽ സതി അനുഷ്ഠിച്ച് ആ ഭർത്താവിന്റെ ചിതയിൽ തന്നെ ചാടി ആ സ്ത്രീ അവിടെ ജീവനൊടുക്കി ഭർത്താവിനോട് ആ രീതിയിലുള്ള ഒരു ബന്ധം കാണിക്കണം. അത് നാട്ടുകാരെല്ലാവരും കൂടി അവരെ നിർബന്ധിക്കുന്നു. സതി അനുഷ്ഠിക്കാത്ത സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, പിന്നീടൊരു വിവാഹം കഴിക്കാതെ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവളായി, മാറ്റി നിർത്തപ്പെട്ടവളായി, ഒരു തരം അധമത്വമുള്ളവരായി ആ രീതിയിലുള്ള ഒരു ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കണം എന്ന കൽപ്പന വളരെ കർശനമായി നടപ്പിലാക്കപ്പെട്ടിരുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും വൈധവ്യത്തെ സംബന്ധിച്ച ഇത്തരത്തിലുള്ള ഒരു സങ്കല്പവും ഉണ്ടായിരുന്നില്ല. ഒരു വിധവ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വിവാഹം കഴിക്കാം, നല്ല ജീവിതം നയിക്കാം, അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ മറ്റു പുരുഷന്മാർ സന്നദ്ധമാകേണ്ടതുണ്ട്. വിധവയെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമൊക്കെ വലിയ പ്രതിഫലമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിരുന്ന പലരും വിധവകളായിരുന്നു എന്ന് നമുക്കറിയാം. ഇതേപോലെ യുദ്ധത്തിന്റെയും സാമൂഹികമായ സംഘർഷങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ വിധവകളാക്കപ്പെട്ടവർക്കുള്ള വലിയൊരു സമാശ്വാസം എന്ന നിലയിലാണ്, അവരെ ചേർത്തു പിടിക്കാനുള്ള വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബഹുഭാര്യത്വം എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്
എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം എന്ന കാര്യം നമ്മളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയാൻ പഠിപ്പിച്ചിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്തുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അതിൻ്റെ കൂടെ അല്ലാഹുവേ, ഈ വിപത്തിന്റെ പേരിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് എനിക്ക് പകരം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവിടെ നിശ്ചയമായും അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ല ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഭർത്താവായി നൽകിക്കൊണ്ട് അല്ലാഹു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് നമ്മൾക്ക് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും. എന്ത് തന്നെയായിരുന്നാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചോദ്യം ചോദിച്ചതായിട്ടാണ് ഹദീസുകളിലും തഫ്സീർ നിവേദനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത്. വളരെ വളരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, പ്രവാചകരെ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ. ഈ ആയത്തുകൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട കുറെ ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ എല്ലാം അവിടെ പുരുഷലിംഗ ഭാഷാ പ്രയോഗമാണ് അവിടെയൊക്കെ കാണുന്നത്. ആണുങ്ങളുടെ ഹിജ്റ മാത്രമാണോ ഇവിടെ പരിഗണിക്കപ്പെടുന്നത്? സ്ത്രീകളുടെ ഹിജ്റ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ പരാമർശിക്കപ്പെടാത്തത് എന്ന ചോദ്യമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹിജ്റ അത്രയും കഠിനതരമായിരുന്നു എന്ന കാര്യം ഓർത്താൽ ഈ ചോദ്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് സൂറത്ത് ആല ഇമ്രാനിന്റെ അവസാനത്തിലുള്ള ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പൊതുവിൽ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. അള്ളാഹു ഇതാ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവിടെ ആരംഭിക്കുന്നത്. ഇല്ല കേട്ടോ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഹിജ്റ ചെയ്തവർ, വിശ്വാസത്തിന്റെ പേരിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അവർ പുരുഷനാണെങ്കിലും ശരി, അവർ സ്ത്രീയാണെങ്കിലും ശരി, അവരുടെയൊന്നും കർമ്മങ്ങൾ അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ആ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കും, അതിന് വമ്പിച്ച പ്രതിഫലം നൽകും. അതിൽ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം ഒരിക്കലുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മൾക്കറിയാം, പരിശുദ്ധ ഖുർആൻ
അറബി ഭാഷയിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഭാഷകൾക്ക് ഭാഷകളുടേതായ പരിമിതികൾ ഉണ്ടാവും. അവിടെ പുരുഷലിംഗ പ്രയോഗങ്ങൾ പൊതുവായ ജനറലായ സെൻസിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം ബാധകമായ സെൻസിൽ ചിലപ്പോൾ പുരുഷലിംഗ പ്രയോഗങ്ങൾ നടത്തുക എന്നത് ഭാഷയുടെ സ്വാഭാവികമായ രീതിയാണ്. അതല്ലാതെ ഓരോ സ്ഥലത്തും വളരെ സ്പെസിഫൈഡ് ആയി സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അത് അനാവശ്യമായി വാക്കുകളെയും വാചകങ്ങളെയും വർദ്ധിപ്പിക്കലും കേൾവിക്കാരനിൽ വായനക്കാരിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഒന്നായിരിക്കും. അതിനു പകരം ആണിനെയും പെണ്ണിനെയുമെല്ലാം മൊത്തത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് മനുഷ്യരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ നടത്തുന്നത് എന്നും അതിൽ ജെൻഡർ സ്പെസിഫിക് ആയി ആരും ഒഴിവാകുന്നില്ല എന്നുമുള്ള കാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ വളരെ ഫണ്ടമെന്റൽ ആയ ഒരു മെസ്സേജാണ്. നമുക്ക് സൂറത്തുൽ അഹ്സാബിൽ വേറൊരു വചനം ഇതേപോലുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയുകയാണ്. മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം പുരുഷന്മാർ, മുഅ്മിനുകളായ പുരുഷന്മാർ, മുഅ്മിനുകളായ സ്ത്രീകൾ, ഖാനിത്തുകൾ, അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കുന്ന, അള്ളാഹുവിനോട് ഭയഭക്തി കാണിക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, സത്യം പറയുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, സ്വതക്ക നൽകുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ആണിനെയും പെണ്ണിനെയും വേറെ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്ന കാര്യം ഇവരെല്ലാം തന്നെ അവർക്കെല്ലാം വേണ്ടി അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇവർ സ്ത്രീയാണ് എന്നതോ പുരുഷനാണ് എന്നതോ അള്ളാഹുവിന്റെ വിഷയമല്ല. അവരെ എല്ലാവരെയും അള്ളാഹു ഒരുപോലെ സ്വീകരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ വചനത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടും അതും ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് വന്നത് എന്ന് ചില നിവേദനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ കുറെ കൂടി ജനറലായി തന്നെ ചോദിച്ചു എന്ന്. അതായത് പ്രവാചകരെ, പരിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും പുരുഷന്മാരെ പറ്റിയാണല്ലോ പറയുന്നത്, സ്ത്രീകളെ പറ്റി എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് ഉമ്മു സലമ ചോദിച്ചു. ചില നിവേദനങ്ങളിലൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നതിനപ്പുറത്ത് ചില വിശ്വാസിനികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചു. അപ്പോഴാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ ഒരു മിസ്കോൺസെപ്ഷൻ ക്ലാരിഫൈ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ടതില്ല. ഇത് പൊതുവായി ജനറലായി കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ വളരെ സെൻട്രൽ ആയൊരു മെസ്സേജ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ ആത്മീയത, മതജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല.
അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മീയമായ നമ്മുടെ സ്റ്റേറ്റസ് അത് നമ്മളുടെ ജെൻഡറിനെ, നമ്മളുടെ ലിംഗത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആണാകണോ പെണ്ണാകണോ എന്നത് നമ്മൾ തീരുമാനിച്ചൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് നമ്മളെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് രീതിയിലും നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരിക്കലും നമ്മൾക്കൊരു ഔന്നത്യമോ ഒരു അധമത്വമോ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ ജെൻഡർ റോൾസ്, ഒരു സമൂഹത്തിന്റെ ഘടനയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ ജെൻഡർ റോൾസ് നമുക്ക് നിർദ്ദേശിക്കപ്പെടാം. പക്ഷെ അള്ളാഹുവിൻ്റെ മുന്നിൽ സ്പിരിച്വലായി നമുക്കുള്ള സ്ഥാനം ഒന്ന് തന്നെയാണ്. അവിടെ ഒരു സ്ത്രീ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഒരു പുരുഷൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അവിടെ ഒരിക്കലും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പരലോകത്തുണ്ടാവുകയില്ല. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ മനസ്സിന്റെയും കർമ്മങ്ങളുടെയും പരിശുദ്ധി നോക്കി അവയെ ഒരേപോലെയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി അള്ളാഹു ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾക്ക് പരിശുദ്ധ ഖുർആനിലെ വേറെ 2 ആയത്തുകളിൽ സൂറത്തുൻ നിസായിലും സൂറത്തുൻ നഹ്ലിലും പരിശുദ്ധ ഖുർആൻ ഇതേ ആശയങ്ങൾ ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഇവിടെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നത് സ്ത്രീയാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി നിങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കും, നിങ്ങൾക്ക് നല്ല ജീവിതം നൽകും. വലാ യുദ്ലമൂന നഖീറ. തരിമ്പും അതിക്രമം, തരിമ്പും അനീതി നിങ്ങളിൽ ഒരാളും ചെയ്യപ്പെടുകയില്ല. നിങ്ങളുടെ ലിംഗത്തിന്റെ പേരിൽ, നിങ്ങളുടെ ജെൻഡറിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവുകയില്ല. സൽക്കർമ്മം ചെയ്ത ഒരാളോട് ഒരു അനീതി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഹൗലിനെ കുറിച്ച്, പരലോകത്തെ ഹൗലിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലിൽ നിന്ന് വിശ്വാസികൾക്ക് വെള്ളം കോരി കൊടുക്കുന്നതിനെ കുറിച്ചും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ബിദ്അത്തുകൾ ഉണ്ടാക്കിയവരെ ഹൗലിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടയുന്നതിനെ കുറിച്ചുമുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. അതിന്റെ സന്ദർഭം വളരെ കൗതുകകരമാണ്. ഈ പാഠങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ഭൃത്യയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് തൊട്ടരികിൽ തന്നെയാണല്ലോ അവർ താമസിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, മനുഷ്യരെ എന്ന് വിളിക്കുകയാണ്. അപ്പോ ഈ ഭൃത്യയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നീ ഒന്ന് മാറി നിൽക്ക്, പ്രവാചകൻ എന്താണ് പറയുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കട്ടെ. അയ്യുഹൻ നാസ്, മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഭൃത്യ പറയുന്നുണ്ട്, അത് മനുഷ്യരെ അയ്യുഹൻ നാസ് എന്നാണ് വിളിച്ചത്, അത് പുരുഷന്മാരെയാണ് വിളിച്ചത്, എന്തിനാണ് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അങ്ങനെ വിളിച്ചാൽ അതിൽ സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്നു, പുരുഷന്മാരെ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിക്കുന്നത്, സ്ത്രീകളെ
പുരുഷന്മാരെ എന്ന് ഓരോ സമയത്തും വേറെ വേറെ വിളിക്കാൻ കഴിയില്ല, ഞാൻ കൂടി അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അത് ശ്രദ്ധിക്കുകയും അപ്പോൾ ഹൗദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു എന്ന കാര്യം അവിടെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ത് തന്നെയായാലും പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളിൽ നിന്ന്, ഈ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വിശ്വാസത്തെയും സൽക്കർമ്മങ്ങളെയും ഒരേപോലെയാണ് അള്ളാഹു പരിഗണിക്കുന്നത്. അതിൽ ഒരു വ്യത്യാസവും അള്ളാഹു കൽപ്പിക്കുന്നില്ല. പല ആത്മീയ സമ്പ്രദായങ്ങളിലും സ്ത്രീക്ക് അധമത്വം കൽപ്പിക്കുന്നതും പുരുഷന് ഔന്നത്യം കൽപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊരു വിവേചനം ഇസ്ലാമിലില്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആത്മീയതയിലില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل